നമസ്കാരം. അനധികൃത റോഹിംഗ്യൻ കുടിയേറ്റക്കാർക്ക് ഇന്ത്യയിൽ സ്ഥിരതാമസത്തിനുള്ള മൗലിക അവകാശമില്ല എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അനധികൃതമായി എത്തിയ റോഹിംഗ്യൻ കുടിയേറ്റക്കാരെ ഉടൻ തന്നെ വിട്ടയക്കണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയിലാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയത്. ടിബറ്റ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് അഭയാർത്ഥി പദവി നൽകുന്നത് പോലെ റോഹിംഗ്യകൾക്കും പദവി നൽകണമെന്നായിരുന്നു ഈ ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത്. എന്തായാലും വിദേശികൾക്ക് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദ പ്രകാരം അന്തസ്സോടെ ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമുണ്ട്. എന്നാൽ രാജ്യത്ത് സ്ഥിര താമസമാക്കാനുള്ള അവകാശമില്ല. പ്രസ്തുത അവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്നുകൂടി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. 1951-ലെ അഭയാർത്ഥി കൺവെൻഷനിലും അതുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോളിലും ഇന്ത്യ ഒപ്പുവച്ചിട്ടില്ല എന്നുള്ളതും കേന്ദ്രം പ്രത്യേകമായി എടുത്ത് പറയുന്നുണ്ട്. അതിനാൽ ആഭ്യന്തര നിയമം അനുസരിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുകയുള്ളൂ എന്നും ഇവർക്കെതിരെ നിയമ നടപടി തുടരുമെന്നുമാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ അഭയാർത്ഥികളായി എത്തുന്നവരിൽ റോഹിംഗ്യകൾക്ക് മാത്രം തങ്ങൾ ഒരു സ്ഥിരതാമസത്തിനുള്ള അനുവാദം നൽകില്ല എന്ന് വീണ്ടും കേന്ദ്രം സുപ്രീം കോടതിയിൽ ആവർത്തിക്കുമ്പോൾ അവരുടെ നിലപാട് അത് തന്നെയാണ്. അതിൽ നിന്നും അവർ പിന്നോട്ടില്ല എന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളം.